രാജന്മത്തമരാളമന്ദഗമനാ രാജീവഭദ്രേക്ഷണാ രാജീവപ്രഭവാദിദേവമകുടൈഃ രാജാത്പദാംഭോരുഹാ രാജീവായതപത്രമണ്ഡിതകുചാ രാജാധിരാജേശ്വരീ ശ്രീശൈലസ്ഥലവാസിനീം ഭഗവതീം ശ്രീമാതരം ഭാവയേ. ശ്രീനാഥാദൃതപാലിത ത്രിഭുവന ശ്രീചക്രസഞ്ചാരിണീം ഗാനാസക്ത മനോജ്ഞയൗവനലസത് ഗന്ധർവകന്യാദൃതാം ദീനാനാമതിവേലഭാഗ്യജനനീം ദിവ്യാംബരാലങ്കൃതാം ശ്രീശൈലസ്ഥലവാസിനീം ഭഗവതീം ഇത് ശ്രീ പയ്യാവൂർ ശിവക്ഷേത്രം. കിരാതമൂർത്തിയായ ഭഗവാൻ പരമശിവൻ പാർവതി സമേതനായി ഇവിടെ കുടികൊള്ളുന്നു. ത്രിഭുവന ശ്രീചക്രസഞ്ചാരിണീ ഗാനാസക്ത മനോജ്ഞയൗവനലസത് അനന്തമായ ആകാശത്തിന് കീഴിൽ ഋതുഭേദങ്ങളെയെല്ലാം തന്നിലേക്ക് ആവാഹിക്കുകയാണ് ഭഗവാൻ. അതുകൊണ്ട് തന്നെ മേൽക്കൂരയോ ചുറ്റമ്പലമോ കൂടാതെയാണ് ശ്രീകോവിൽ നിലകൊള്ളുന്നത്. ശ്രീശൈലസ്ഥലവാസിനീം ഭഗവതീം ശ്രീമാതരം. കാളിയാർ കിരാതമൂർത്തി എന്നാണ് പയ്യാവൂരപ്പനായ ഭഗവാൻ പരമശിവൻ അറിയപ്പെടുന്നത്. ദർവീകുംഭൗ മണികനക സംഭാവിത ഗുണൗ ദധാനാ പാണിഭ്യാം അമൃതരസമൃഷ്ടാന്നകലിതൗ കർണാടക അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന ഈ മലയോര പ്രദേശത്ത് വ്യത്യസ്തമായ സംസ്കാരങ്ങളുടെ ഒരു സംഗമ ഭൂമി കൂടിയാണ് പയ്യാവൂർ ശിവക്ഷേത്രം. അഭീഷ്ടാർത്ഥവിഭവം ഉഭൗ ദർവീകുംഭൗ മണികനക സംഭാവിത ഗുണൗ ദധാനാ പാണിഭ്യാം അമൃതരസമൃഷ്ടാന്നകലിതൗ കല്യാണി കലിതസദന ശ്രീഗിരീശിര. കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ പഞ്ചായത്തിലാണ് പയ്യാവൂർ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രചയതു അഭീഷ്ടാർത്ഥവിഭവം രാജന്മത്തമരാളമന്ദഗമനാ രാജീവഭദ്രേക്ഷണാ രാജീവപ്രഭവാദിദേവമകുടൈഃ മഹാഭാരതത്തിലെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടതാണ് പയ്യാവൂർ ശിവക്ഷേത്രത്തിന്റെ ഉൽപ്പത്തി ചരിത്രം. കാളിയാർ കുന്നുകളിൽ കിരാതവേഷം ധരിച്ചു വസിക്കുകയായിരുന്ന പാർവതി പരമേശ്വരന്മാരെ പ്രസാദിപ്പിക്കാനായി വില്ലാളി വീരനായ അർജുനൻ തപസ് ചെയ്യുകയായിരുന്നു ഇവിടെ. മഹാഭാരത യുദ്ധത്തിൽ ശത്രുവിനെ തോൽപ്പിക്കുന്നതിനായി ഒരു സവിശേഷമായ ആയുധം വരം നേടാനായിരുന്നു അർജുനൻ തപസ് തുടങ്ങിയത്. ശ്രീചക്രസഞ്ചാരിണീ അർജുനന്റെ തപസ്സിൽ ഭഗവാൻ പ്രസാദിച്ചുവെങ്കിലും അർജുനനെ ഒന്ന് പരീക്ഷിക്കാൻ ഭഗവാൻ തീരുമാനിച്ചു. ഭഗവാൻ പരമശിവൻ കാട്ടാള രൂപം പൂണ്ട് അർജുനന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചില പരിഹാസവാക്കുകൾ പ്രയോഗിച്ച് അർജുനനെ പ്രകോപിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. ഭഗവാന്റെ ഉദ്ദേശം ഫലിച്ചു. കോപിഷ്ഠനായ അർജുനൻ കാട്ടാള രൂപം പൂണ്ടു നിൽക്കുന്ന ഭഗവാനുമായി മല്ലയുദ്ധം തുടങ്ങി. മല്ലയുദ്ധത്തിനൊടുവിൽ ഭഗവാൻ പരമശിവൻ അർജുനനെ തൂക്കിയെടുത്ത് വലിച്ചെറിഞ്ഞു. വീഴ്ചയുടെ ആഘാതത്തിൽ അർജുനന് ബോധം നഷ്ടമായി. ബോധം വീണ്ടെടുത്ത അർജുനൻ ഭഗവാനെ മനസ്സുരുകി പ്രാർത്ഥിച്ചു. മണ്ണു കുഴച്ച് ഒരു വിഗ്രഹമുണ്ടാക്കി അതിൽ കാഞ്ഞിരത്തിന്റെ ഇലകൾ അർപ്പിക്കുകയും ചെയ്തു. അർജുനന്റെ മനസ്സിനുള്ള പ്രാർത്ഥന കേട്ട ഭഗവാൻ അർജുനന്റെ മുന്നിൽ പാർവതി സമേതനായി പ്രത്യക്ഷപ്പെട്ടു. അർജുനന് അവിടെ വെച്ച് പാശുപതാസ്ത്രം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. ശ്രീമാതരം ഭാവയേ. ഉഭൗ ദർവീകുംഭൗ മണികനക സംഭാവിത ഗുണൗ
ക്ഷേത്രം നിർമ്മിക്കുന്ന സമയത്ത് ഒരു അശരീരി ഉണ്ടായത്രേ. വെയിലും മഴയും മറ്റു ഋതുക്കളുമെല്ലാം തന്നിൽ ഏൽക്കുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടായിക്കൂടാ എന്നായിരുന്നു അത്രേ ആ അശരീരി. അതുപ്രകാരം മേൽക്കൂരയില്ലാത്തതും ചുറ്റമ്പലമില്ലാത്തതുമായ ഒരു ശ്രീകോവിലാണ് ഇവിടെ നിർമ്മിച്ചത്. ഇന്നും ഈ രീതി മാറ്റമില്ലാതെ തുടരുകയാണ്. ദധാനാ പാണിഭ്യാം അമൃതരസമൃഷ്ടാന്നകലിതൗ കളാഢ്യാ കല്യാണി കലിതസദനാ ശ്രീഗിരീശിരസി അസൗ ഭ്രാമര്യംബാ രചയതു അഭീഷ്ടാർത്ഥവിഭവം. പയ്യാവൂർ ശിവക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലിൽ നിന്നും അല്പം മാറി ഒരു പഴയ ക്ഷേത്രമുണ്ട്. താഴത്തമ്പലം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. വിശ്വനാഥം ജഗന്നാഥനാഥം സദാനന്ദഭാജം. അത്താഴ പൂജ കഴിഞ്ഞാൽ പ്രധാന ശ്രീകോവിലിൽ ആളുകൾ പ്രവേശിക്കാൻ പാടില്ലായിരുന്നു അത്രേ. ഈ ഒരു വിശ്വാസപ്രകാരമാവണം അന്ന് ആളുകൾ രാത്രികാലത്ത് താമസിച്ചിരുന്നത് താഴത്തമ്പലത്തിലായിരുന്നു. വിഭും വിശ്വനാഥം ജഗന്നാഥനാഥം സദാനന്ദഭാജം. ഇവിടെ പീഠപ്രതിഷ്ഠയാണുള്ളത്. 2 തവണ നിത്യനിവേദ്യം നടത്തുന്നതല്ലാതെ മറ്റു പൂജകളൊന്നും ഇവിടെയില്ല. ഗളേരുണ്ടമാലം തനൗ സർപ്പജാലം മഹാകാലകാലം. ഉത്സവകാലത്ത് താഴത്തമ്പലത്തിൽ നിന്നാണ് എഴുന്നള്ളത്ത് ആരംഭിക്കുന്നത്. ഉത്സവത്തിനായി അരി കൊണ്ടുവരുന്ന കുടക് നിവാസികൾ ഇവിടെയാണ് അത് നിക്ഷേപിക്കുന്നത്. പയ്യാവൂർ ശിവക്ഷേത്രത്തിലെ മൂലഭണ്ഡാരം താഴത്തമ്പലത്തിലാണുള്ളത്. ഗളേരുണ്ടമാലം തനൗ സർപ്പജാലം മഹാകാലകാലം ഗണേശാധിപാലം. ജടാജൂട്ടഗംഗോത്തരംഗൈർവിശിഷ്യം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. മുദാമാകരം മണ്ഡനം മണ്ഡയം. പയ്യാവൂർ ശിവക്ഷേത്രത്തിൽ നിന്നും അല്പം മാറി പഴശ്ശി ഭഗവതി ക്ഷേത്രമുണ്ട്. അനാദിം ഹ്യപാരം മഹാമോഹമാരം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. തൊട്ടടുത്തായി പാർവതീകോട്ടം സ്ഥിതി ചെയ്യുന്നു. വിഷു എഴുന്നള്ളത്തും വിഷുവിളക്ക് ഉത്സവവും നടക്കുന്നത് ഇവിടെയാണ്. മഹാമണ്ഡലം ഭസ്മഭൂഷാധരം തം. പയ്യാവൂർ ശിവക്ഷേത്രത്തിലെ ഉത്സവം ഊട്ടുത്സവമായാണ് നടത്തുന്നത്. കോമരത്തച്ഛൻ ഊട്ടറിയിച്ച് കുടകിലേക്ക് തിരുവായുധവുമായി പോകുന്നതോടെ ഉത്സവത്തിന് ആരംഭമാകുന്നു. കർണാടകത്തിലെ കുടകരുടെ പങ്കാളിത്തമാണ് ഊട്ടുത്സവത്തിന്റെ പ്രധാന പ്രത്യേകത. ഊട്ടുത്സവത്തിനുള്ള അരി കൊണ്ടുവരുന്നത് കുടകിലെ കടിയത്ത് നാട്ടിൽ നിന്നാണ്. കാളപ്പുറത്താണ് അരി കൊണ്ടുവരുന്നത്. ഓമന കാഴ്ചയാണ് ഉത്സവത്തിന്റെ മറ്റൊരു പ്രധാന വിശേഷം. വാഴക്കുല, ചക്ക, നാളികേരം, ഇളനീർക്കുല എന്നീ കാഴ്ചവസ്തുക്കൾ കൂട്ടിക്കെട്ടി പല ദേശങ്ങളിൽ നിന്നും എഴുന്നള്ളത്തായി കൊണ്ടുവരുന്നു. കോമരത്തച്ഛനാണ് ഇലഞ്ഞിമരച്ചോട്ടിൽ വച്ച് ഈ കാഴ്ച കൈയേൽക്കുന്നത്. ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. വടാധോ നിവാസം തളിപ്പറമ്പ് ഇടവലത്ത് പൊടിയൂർ മനയ്ക്കാണ് പയ്യാവൂർ ശിവക്ഷേത്രത്തിലെ തന്ത്രാവകാശം. ശ്രീ സോമേശ്വരി, അയ്യപ്പൻ എന്നീ ഉപദേവതമാരും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. മഹേശം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. വടാധോ നിവാസം മഹാട്ടാ
മഹാട്ടഹാസം മഹാപാപനാശം സദാ സുപ്രകാശം ഗിരീശം ഗണേശം സുരേശം മഹേശം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ गिरीन्द्रात्मजा सङ्गृहीतार्धदेहं गिरौ संस्थितं सर्वदा सन्निगेहम् परब्रह्म ब्रह्मादिभिर्वन्द्यमानं शिवं शङ्करं शम्भुमीशानमीढे गिरीन्द्रात्मजा सङ्गृहीतार्धदेहं गिरौ संस्थितं सर्वदा सन्निगेहम् परब्रह्म ब्रह्मादिभिर्वन्द्यमानं शिवं शङ्करं शम्भुमीशानमीढे कपालं त्रिशूलं कराभ्यां दधानं पदाम्भोजनं रायकामं दधानम् बलिवर्धयानं सुराणां प्रधानं शिवं शङ्करं शम्भुमीशानमीढे कपालं त्रिशूलं कराभ्यां दधानं पदाम्भोजनं रायकामम् ആചാര വൈവിധ്യം കൊണ്ടും ഐതിഹ്യ പ്രഭ കൊണ്ടും സമ്പന്നമാണ് പയ്യാവൂർ ശിവക്ഷേത്രം. മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന ഭക്തരെ അനുഗ്രഹ ആശിസുകൾ ചൊരിഞ്ഞ് കഷ്ടനഷ്ടങ്ങൾക്ക് മുക്തി നൽകി രക്ഷിക്കുകയാണ് വൈകാലൂരപ്പനായ ഭഗവാൻ.